പ്രണയിനി. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 13. വഴിയുടെ ഇരുവശങ്ങളിലും നിൽക്കുന്ന മരങ്ങളും വീടുകളും കെട്ടിടങ്ങളുമൊക്കെ അതിവേഗം പുറകിലേക്ക് ഓടിപ്പോയതും നോക്കി ഞാനിരുന്നു. അപ്പോഴേക്കും കാറിലെ സ്റ്റീരിയോയിൽ മുകുന്ദേട്ടൻ ഒരു പാട്ട് വെച്ചിരുന്നു. പാട്ടിൻ്റെ വരികൾ എൻ്റെ കാതിലല്ല, ഹൃദയത്തിലാണ് ചെന്ന് പതിച്ചത്. ഞാനൊന്ന് വിറച്ചുപോയി. ആ പാട്ട് എനിക്ക് വേണ്ടിയാണെന്നതുപോലെ ഒരു തോന്നൽ എന്നിലുണ്ടായി. മുകുന്ദേട്ടൻ എൻ്റെ കാതോരം എനിക്കായി പാടുന്നത് പോലെ. എന്നിലെ ഇരുണ്ട തടവറയ്ക്കുള്ളിൽ ചങ്ങലപ്പൂട്ടിട്ട് കിടത്തിയ പ്രണയിനിയെ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുണ്ടായിരുന്നു ആ പാട്ടിൻ്റെ വരികൾക്ക്. ഒരേ സമയം നാണവും സങ്കടവും തോന്നിപ്പോയി. ഹൃദയത്തിൻ്റെ പിടപ്പ് ദേഹത്ത് പടുത്തതിൻ്റെ ഫലമായി കൈവിരലുകളിൽ വിറയൽ അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ അവയെ തമ്മിൽ ശക്തിയോടെ പിണച്ചു കെട്ടി പൂട്ടിവെച്ചു. അവസാന വരികൾ കേട്ടപ്പോഴേക്കും ഞാൻ എന്നെ തന്നെ മറന്നുപോയിരുന്നു. മുകുന്ദേട്ടൻ്റെ ചുണ്ടുകൾ അത്രമേൽ ആഗ്രഹത്തോടെ എൻ്റെ ചൊടികളിലെ മധുരം ഉണ്ണുവാനായി വിരന്നെത്തിയതുപോലെ എനിക്കപ്പോൾ തോന്നിപ്പോയി. എൻ്റെ ചുണ്ടുകൾ അല്പം വിടർന്നു വന്നു. പേരറിയാത്ത ഒരു വികാരം എന്നെ വന്ന് പൊതിഞ്ഞു. ഞാൻ അറിയാതെ തന്നെ എൻ്റെ വിറയ്ക്കുന്ന കൈവിരലുകൾ എൻ്റെ ചുണ്ടുകളെ പൊതിഞ്ഞു പിടിച്ചു. എനിക്ക് മുകുന്ദേട്ടനോടൊപ്പം ആ വരികളിൽ ജീവിക്കുവാൻ കൊതി തോന്നി. വല്ലാത്ത കൊതി, അടക്കാനാവാത്ത കൊതി. ഇരുമയും ഒരേ മനസ്സുമായി ഈ ജന്മവും വരും ജന്മങ്ങളിലും ജീവിക്കുവാനുള്ള കൊതി. കണ്ണുകൾ അറിയാതെ തന്നെ മറുവശത്തിരിക്കുന്നവന് നേർക്ക് പതിയെ പാളി. ഒന്നേ അങ്ങോട്ടേക്ക് നോക്കിയുള്ളൂ ഞാൻ. അത്രയും നേരം വിചാരിച്ച സ്വപ്നലോകത്തിൽ നിന്നും വീണ്ടും യാഥാർത്ഥ്യങ്ങളുടെ ഭൂമിയിലേക്ക് ഞാൻ ചുഴറ്റിയെറിയപ്പെട്ടു. നാണ എന്നിൽ നിന്ന് എങ്ങോട്ടേക്കോ ഒളിച്ചോടിപ്പോയി. പാരാകാരം അവിടെ പരവേശവും വെപ്രാളവും ചമ്മലും ഒക്കെ സ്ഥാനം പിടിച്ചു. വണ്ടി നിന്നിരിക്കുന്നു, അതും എൻ്റെ കോളേജ് ക്യാമ്പസിനുള്ളിൽ. വേറെ ഏതോ പാട്ടാണിപ്പോൾ സ്റ്റീരിയോയിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അതിലും കൂടുതൽ എന്നെ അമ്പരപ്പിച്ചത് മുകുന്ദേട്ടൻ നെഞ്ചിനു മുകളിൽ കൈകൾ രണ്ടും പിടച്ചു കെട്ടിക്കൊണ്ട് എന്നെ തന്നെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴാണ് ഇവിടെ വന്നത്? ഒരുപാട് നേരമായോ? ഞാനെന്ത് ചെയ്യുമായിരുന്നു? ഏട്ടൻ എന്നെപ്പറ്റി എന്തു വിചാരിച്ചു കാണും? ഒരുപാട് സംശയങ്ങൾ ഒരുപോലെ എൻ്റെ നെഞ്ചിൽ കൂടി കൊള്ളിയാൻ പോലെ മിന്നിമാഞ്ഞു. എന്തേ? ആളെന്നോട് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കൂട്ടി എന്തോ ചോദിക്കുന്നു. എനിക്കെന്തോ അതെന്താണെന്ന് മനസ്സിലാവാതെ കണ്ണും വീഴിച്ചിരുന്നു. എന്തേ? ഇപ്പോൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാതെ നേരിട്ടായിരുന്നു ചോദ്യം. ചുമകല്ലുകൾ രണ്ടും മുകളിലേക്ക് പൊക്കി കണ്ണുകൾ അടച്ച് ഞാൻ വെപ്രാളത്തോടെ മറുപടി നൽകി. മുകുന്ദേട്ടൻ എന്നെ തന്നെ വീണ്ടും നോക്കിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് വീണ്ടും ശരീരം പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങിയത്. തലയിൽ വയലം കൈ കൊണ്ട് ഒന്ന് കൊട്ടിക്കൊണ്ട് ആൾ എൻ്റെ നേർക്ക് വരുന്നത് കണ്ടു. ഇതെന്തു ചെയ്യാൻ പോവാ? ആ കണ്ണിലെ കുസൃതിയും ഭാവവും ഒക്കെ കണ്ടപ്പോഴേക്കും എൻ്റെ തൊണ്ടക്കുഴി വരണ്ടുപോയിരുന്നു. എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ഞാൻ ഉച്ചത്തിൽ ശ്വാസം എടുത്തു. പറ്റുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി ആയത്തിൽ വായുവിനെ അകത്തേക്ക് വലിച്ചു നോക്കി. ഇല്ല, പറ്റുന്നില്ല. ഇനി എനിക്ക് ആസ്മയുണ്ടോ? അതോ ഞാൻ മരിക്കാൻ പോവാണോ? മുകുന്ദേട്ടൻ്റെ വലം കൈ എൻ്റെ മുഖത്തിന് നേർക്ക് നീണ്ടുവരുന്നത് ഞാൻ വർദ്ധിച്ച ഹൃദയമിടിപ്പുകളോടെ നോക്കിയിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു എനിക്കിവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. ആളിൻ്റെ കൈ എൻ്റെ വായുടെയും മൂക്കിൻ്റെയും മുകളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എൻ്റെ കൈപ്പത്തിയെ പതിയെ അഴിച്ചു മാറ്റുന്നു. ഞാനെന്താ ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത്? സ്വപ്നത്തിൽ ഏട്ടനുമൊത്തുള്ള ഉമ്മസീൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കൈയെടുത്ത് വായ പൊത്തിപ്പിടിച്ചതാ. ഇത്രയും നേരമായിട്ട് ഞാനത് മാറ്റായിരുന്നത് എന്തേ? കൃഷ്ണ! എന്നിൽ നിന്നൊരു ആർത്തനാദം പുറത്തേക്ക് തെറിച്ചു. ചമ്മൽ അത്രത്തോളം എന്നെ വരിഞ്ഞു മുറുക്കിയതും ഞാൻ എൻ്റെ കണ്ണുകൾ ഏട്ടനെ ഇനിയും നോക്കാനാവതില്ലാത്ത രീതിയിൽ മുറുക്കി അടച്ചു പിടിച്ചു. നിനക്ക് സ്വയം ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയെ കിട്ടിയുള്ളോ? പൊടുന്നനെ ആ ശബ്ദം എൻ്റെ കാതോരം വന്നു പതിച്ചു. ഭൂമി പിളർന്ന് ഞാൻ താഴ്ന്നു പോയിരുന്നെങ്കിലെന്ന് തോന്നിയ ആ നിമിഷം ബാഗും എടുത്തുകൊണ്ട് ഞാൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഒന്ന് നിന്നേ. ആ പിൻവിളിയിൽ എനിക്ക് അനങ്ങാനായില്ല. എങ്കിലും പുറത്തേക്കിട്ട ഇടത്തേക്കാൾ ഞാൻ അകത്തേക്ക് എടുത്തു വെച്ച് കുനിഞ്ഞിരുന്നു. ക്ലാസ് കഴിയുമ്പോൾ ഇവിടെ വന്ന് നിന്നാൽ മതി. ഞാൻ വന്നോളാം. ഇനി പൊയ്ക്കോ.
അനുവാദം കിട്ടിയതും ഞാൻ കാറിൻ്റെ ഡോറ് പോലും അടയ്ക്കാതെ ക്ലാസ് ലക്ഷ്യമാക്കി ഒറ്റ ഓട്ടമായിരുന്നു. അയ്യേ, മുകുന്ദേട്ടൻ എന്തു വിചാരിച്ചു കാണും? പ്രാക്ടിക്കൽസിനിടയിലും എന്നെ കാർന്നു നിന്ന ചിന്ത അതുമാത്രമായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആളെ ദൂരെ നിന്ന് കാണുമ്പോഴേ എൻ്റെ സകല റിലേയും പോവും. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന ഒരേ വണ്ടിയിൽ യാത്ര ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇനി കുറേയേറെ ദിവസങ്ങൾ ഓർത്തു വെച്ച് സ്വപ്നം കാണാൻ ഇത് മാത്രം മതിയാവും എനിക്ക്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴുള്ള അവസ്ഥ എന്താവുമോ എന്തോ. അതും കൂടി ആലോചിച്ചപ്പോഴേക്കും ഭൂമി പിളർന്നങ്ങ് താഴെ പോയാൽ മതിയെന്ന പോലെയായി എൻ്റെ അവസ്ഥ. ആൾ എന്നെ ഒരു സ്വപ്നജീവിയായി കാണുമോ, അതോ എനിക്ക് ഭ്രാന്താണെന്ന് വല്ലതും ചിന്തിക്കുമോ? ഷടാ, ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഞാൻ ഓരോന്നും ചിന്തിച്ചു കൂട്ടിക്കൊണ്ടാണ് ഉച്ചവരെ കഴിച്ചു കൂട്ടിയത്. അന്നത്തെ ദിവസം ലാബിൽ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി. പലതും ചെയ്യുമ്പോഴും മനസ്സ് കൈപ്പിടിയിലല്ലായിരുന്നു. ഒടുവിൽ എങ്ങനെയൊക്കെയോ ക്ലാസ് കയറുന്ന ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മുകുന്ദേട്ടനെ വിളിച്ചു പറയേണ്ട എന്ന കാര്യം ഞാൻ ആലോചിച്ചത്. പ്രശ്നം എന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഏട്ടൻ്റെ നമ്പർ ഇല്ല താനും. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ദീപേട്ടത്തിയുടെ കാര്യം ഓർമ്മയിൽ വന്നത്. ഞാൻ ഉടൻ തന്നെ ഏട്ടത്തിയെ വിളിച്ച് കാര്യം പറഞ്ഞു. എനിക്ക് മുകുന്ദേട്ടൻ്റെ നമ്പർ തരാമെന്ന് ഏട്ടത്തി പറഞ്ഞപ്പോൾ വേണ്ട എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഒന്നാമത് ഞാനൊരു സ്വപ്നജീവിയാണ്. ഇനിയിപ്പോൾ ഏട്ടൻ്റെ നമ്പർ എങ്ങാനും എൻ്റെ കൈ കിട്ടിയാൽ പിന്നെ അത് മതി. ഇനി ബാക്കിയുള്ള എൻ്റെ റിലേയും കൂടി അടിച്ചു പോകാൻ. ഓരോന്ന് ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് കോളേജ് ക്യാമ്പസിനുള്ളിലെ വാകച്ചുവട്ടിലേക്ക് ഞാൻ പോയിരുന്നു. PG അവസാന വർഷം വിദ്യാർത്ഥികൾ പലരും തിരിച്ചു പോകുന്നത് കണ്ടു. ബാക്കിയുള്ളവർക്കൊക്കെ ക്ലാസ് ഉണ്ട് താനും. മുകുന്ദേട്ടൻ PG വരെ പഠിച്ച കോളേജാണിത്. ആളിവിടുത്തെ SFIയുടെ നേതാവൊക്കെ ആയിരുന്നു. മുകുന്ദനുണ്ട് എന്ന് പറഞ്ഞ ഈ കോളേജിലെ ഏതൊരു സ്റ്റാഫിനും ഇന്നും അറിയാം എന്നത് മറ്റൊരു സത്യം. ഏട്ടൻ ഇവിടുത്തെ ടീച്ചർമാരുടെ കണ്ണിലുണ്ണിയായിരുന്നു എന്നത് മറ്റൊരു സത്യം. ഏട്ടനെ ഒന്ന് നോക്കി കാണാൻ പറ്റൂ എന്നുള്ള ആശ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കോളേജ് ഡിഗ്രിക്ക് ചേർന്നത് തന്നെ. മുകുന്ദേട്ടൻ PG ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു. ആ ഒരു വർഷം ഏട്ടനെ ഒളിഞ്ഞും മറഞ്ഞും നിന്ന് ഞാൻ അല്ലാതെ പ്രണയിച്ചു. പക്ഷെ ആൾ കോഴ്സും കഴിഞ്ഞ് പോയത് പിന്നെയാണ് ശരിക്കും ഏകാന്തത എന്നത് ഞാൻ അറിയുന്നത്. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വാഗമരത്തിൻ്റെ തിട്ടയിലേക്ക് പതിയെ കയറിയിരുന്നു. പെട്ടെന്നാണ് ഒരു കൂട്ടം ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന ആൾക്കാർ കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിലേക്ക് കയറി വരുന്നത് കണ്ടത്. കണ്ടിട്ട് ഈ കോളേജിൽ പഠിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയില്ല. മുടിയൊക്കെ നീട്ടി വളർത്തി സിനിമയിലെ വില്ലന്മാരെ പോലെയുള്ളവർ. അവരുടെ കയ്യിൽ ഹോക്കി സ്റ്റിക്കോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളും ഉണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് പന്തിയല്ലെന്ന് തോന്നിയതും ഞാൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു. പക്ഷേ അവരെൻ്റെ നേർക്ക് നടന്നു വരുന്നതാണ് കണ്ടത്. നീ ഏതാടി? അവരിലൊരുവൻ എൻ്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു.